ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. യഥാർത്ഥ സത്യം അത് പോലീസ് അല്ല കണ്ടുപിടിക്കേണ്ടത്, നമ്മള് നിരപരാധിയാണെന്ന് നമ്മൾ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ തെളിയിച്ചിരിക്കും, എന്ത് വില കൊടുത്തും. ഇനിയിപ്പോ ഇച്ചിരി ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇരുത്താൻ പറ്റുമെന്നേ. സാറ് ശരിക്കും നോക്കേ. മകന്റെ കയ്യിലിരിപ്പ് കാരണം അപ്പനെ തല്ലിച്ചൊന്ന് വാർത്ത പത്രത്തിൽ വരണമെങ്കിൽ ഇയാളോട് വാടച്ച് മിണ്ടായിരിക്കാൻ പറഞ്ഞോണം. ഇവിടെങ്ങുമില്ല സാർ. അവിടെ ഇല്ല സാർ. കാക്കിയിട്ടവരുടെ മേൽ കൈപൊക്കിയ അവന്റെ കൈയിടിച്ച് ഞങ്ങൾ പരത്തും. അതിന് തന്നെയാണ് ഇങ്ങോട്ട് വന്നതും. പുന്നാര മോനോട് പറഞ്ഞേക്ക് സ്റ്റേഷനിൽ വന്ന് മാപ്പിരുന്നോളാം. ഇല്ലെങ്കിൽ വായിന്ന് വീഴുന്ന കട്ടച്ചോരയില് അവന്റെ ചങ്കും കരടും എല്ലാം ഞാൻ തുപ്പിക്കും. പറഞ്ഞേക്ക് അവനോട്. തുപ്പിക്കും. അവനെ കൊണ്ട് അവന്റെ അകത്ത് കിടക്കുന്ന എല്ലാം. ഒരു സത്യവാമൻ. പാടും പാടും. ഇയാൾ ഞങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥത തരില്ലല്ലോ. ഇതെന്തൊരവസ്ഥയാ വിഷ്ണുട്ടൻ നമ്മുടേത്. നമ്മളിങ്ങനെ ഓടിച്ചിട്ടും ദൈവത്തിന് മതിയാവുന്നില്ല. താനിത്ര പെട്ടെന്നെത്തുന്നു കരുതിയില്ല. വിഷ്ണുട്ടൻ ഭക്ഷണമൊക്കെ അതിന് നന്ദി പറയേണ്ട സുബേർക്കാടാ. കൃത്യസമയത്തല്ല എത്തണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്കിങ്ങനെ എന്ന് ഒളിച്ചിരുന്ന പോരല്ലോ. സത്യം പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ. പോലീസ് ഒരിക്കലും വിഷ്ണുവേട്ടൻ നിരപരാധിയായി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല, പ്രത്യേകിച്ച് ചന്ദ്രബോസിന്റെ പോലീസ്. അറിയാടോ, അവനെനിക്ക് കെണിയൊരുക്കി ലോകം മുഴുവൻ ഓടി നടക്കുക. ഇനി പുറത്തു വരാത്ത വിധം അവൻ എന്നെ പൂട്ടുകയും ചെയ്യും. ലോറിയിൽ ആരാ നിങ്ങൾ അറിയാതെ സ്പിരിറ്റ് വെച്ചെന്ന് കണ്ടുപിടിക്കാതെ ഈ കേസിൽ നിന്ന് ഒഴിയാനാവില്ല. പോലീസ് എന്തായാലും കണ്ടുപിടിക്കില്ല. പിന്നെയുള്ള ഏക വഴി നമ്മൾ പോലീസ് ആവുക എന്നുള്ളത് മാത്ര. താനെന്താ പറഞ്ഞിരുന്നു? അന്നേ ദിവസം ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ എവിടെ നിന്നാണോ യാത്ര തിരിച്ചത് അവിടെ നിന്നും ഒരു പുതിയ യാത്ര നമുക്ക് ആരംഭിക്കണം. ഫ്രൂട്ട്സ് വെച്ച ലോറി വേണ്ട, പകരം മറ്റൊരു വാഹനത്തിൽ നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങണം. എവിടെയൊക്കെ നിർത്തി എവിടെയൊക്കെ സമയം ചെലവഴിച്ചു എന്നിങ്ങനെ കൃത്യമായി അളന്നു കുറിച്ചുള്ള ഒരു യാത്ര. എന്റെ മനസ്സ് പറയുന്നു ആ ഒരു യാത്രയിൽ നമുക്ക് കണ്ടെത്താനാവും സ്പിരിറ്റ് വണ്ടിയിൽ കയറിയ വഴി. എങ്കിൽ പിന്നെ കമലം കൂടി ഇറങ്ങണം. എവിടെയൊക്കെ നിർത്തിയെന്നും ആരോടൊക്കെ സംസാരിച്ചെന്നും കൃത്യമായിട്ട് അറിയുന്ന അവന് മാത്രമാണ്. കമലിനെ ഇറക്കാനുള്ള വഴി കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ ഇറങ്ങും. നമ്മൾ 3 പേരും കൂടി ഒരിക്കൽ കൂടി ആ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കണം. സംശയം തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം നിർത്താം. പോരുന്ന വഴികളിലൊക്കെയുള്ള CCTV ഫുട്ടേജും പരിശോധിക്കാം. എന്റെ മനസ്സ് പറയുന്നു ആ വഴികളിൽ എവിടെയോ വിഷ്ണുവേട്ടനെ കുടുക്കിയ ആ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ ഈശ്വരൻ നമുക്കത് കാണിച്ചു തരും. എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല ശാലിനി. അച്ഛന്റെ കാര്യം ആലോചിച്ചിട്ട് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോയത്. അച്ഛനെ ഞാൻ കണ്ടിരുന്നു, പക്ഷെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അച്ഛന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുള്ള പോലെ, എന്തോ ഓർമ്മക്കുറവ് പോലെ. ഒന്ന് ആശ്വസിപ്പിക്കാനോ സ്വന്തം മകനെന്ന രീതിയിൽ അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ആ ഒരു സങ്കടം വലിയ ഒരു മുറിവായിട്ട് എന്നെ മനസ്സിൽ കിടക്കുക. എടോ, അച്ഛനൊന്ന് പുറത്തുണ്ടായിരുന്നോണ്ടാ പപ്പി മോളെ രക്ഷിക്കാൻ പറ്റിയത്.
പക്ഷെ അച്ഛൻ എങ്ങനെയാ രാത്രി ഇവിടെ എത്തിയെന്നുള്ള ചോദ്യത്തിന് അച്ഛൻ്റെ മറുപടി ഉണ്ടായിരുന്നില്ല. അതെനിക്ക് വല്ലാത്തൊരു ടെൻഷൻ പോലെ. എനിക്കാണെങ്കിൽ ഇത് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റിയില്ല. വിഷ്ണുട്ടാ, അതിനെല്ലാം നമുക്ക് വഴിയുണ്ടാക്കാം. അതിനാദ്യം വേണ്ടത് വിഷ്ണുവേട്ടന്റെ തിരിച്ചുവരവ് തന്നെയാ. യഥാർത്ഥ സത്യം അത് പോലീസല്ല കണ്ടുപിടിക്കേണ്ടത്, നമ്മളാ. നമ്മൾ നിരപരാധിയാണെന്ന് നമ്മൾ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ തെളിയിച്ചിരിക്കും, എന്ത് വില കൊടുത്തും. പത്മിനി വിഷ്ണു, ഞാൻ അവളെ നിന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞത് തന്നെ ദ്രോഹിക്കാൻ തന്നെയാഴേ. എന്തൊരു ഇരിപ്പ മോളെ ഇരിക്കുന്നേ. ആ കുട്ടികൾ എഴുതുന്നത് ശരിയാണോന്നെങ്കിലും നോക്കിക്കൂടെ? മോളെ, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ വെറുതെ എന്ത് പരിഹാരം അമ്മേ? മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് എങ്ങനെയാണെന്ന് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. നീ തിരിച്ച് രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ പോണോന്നേ ഞാൻ പറയുള്ളൂ. കാരണം നീ ജീവിക്കേണ്ടത് അവന്റെ കൂടെ തന്നെയല്ലേ. അമ്മ അവിടുത്തെ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാത്തോണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. രോഹിത് എന്നെ മോളെ അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ അവിടെ നിൽക്കുന്നേ? പപ്പി മോളെയാണെ രോഹിത് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ 3 പെൺകുട്ടികളെയും നിങ്ങളുടെ അച്ഛൻ ശ്രദ്ധിച്ചിട്ടാണോ നിങ്ങൾ വളർന്നത്? അതൊക്കെ കുറച്ചു കഴിയുമ്പോ താനെ മാറിക്കോളും. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളൊന്നുമില്ല. എല്ലാം മറക്കാനും പൊറുക്കാനുമാണ് ജീവിതം. അത് നമ്മുടെ കൈപ്പാങ്ങിൽ ഒതുങ്ങി കിട്ടാൻ വലിയ പാടാ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പവിത്രമായ മറ്റൊരു ബന്ധം ഭൂമിയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ജീവിതത്തെ ഒരുപാട് മനസ്സിലാക്കിയ ആളെന്ന നിലയിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ രോഹിത്തിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോ മോളെ. നിന്റെ ഭാവിക്ക് വേണ്ടിയായി അമ്മ പറയുന്നത്. ഒരു വലിയ ജയില്, അതാണ് അമ്മ കാണുന്ന എന്റെ ഭാവിയല്ലേ? ശരി, ഞാൻ പോയിക്കോളാം. അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. എടി, അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളെ വളർത്തി ഇത്രത്തോളം ആക്കാൻ സാധിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് എന്റെ കണ്ണടയുന്നത് വരെ നിങ്ങളെ നോക്കാനുള്ള പ്രാപ്തി ഈ അമ്മ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കും. അതിനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. പക്ഷെ നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ചിലപ്പോ നിനക്ക് ഇവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നേക്കാം. ശരി അമ്മ, അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ പപ്പി, വാ വാ, എഴുന്നേക്ക്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അതിന് നീ ഇപ്പൊ മോളെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? അവക്ക് പനിയുള്ളതല്ലേ. സുഖാവട്ടെ, എന്നിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാക്കാം. അത് വേണ്ടമ്മേ. ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ എന്റെ ഒപ്പം എന്റെ മോളും ഉണ്ടാവും.